ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നെങ്കിൽ നറോട്ടോ തീം കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നെങ്കിൽ. ഫ്ലേവർ വരുന്നത് ഇത് ചോക്കോ ആൽമണ്ട് ക്രഞ്ച് ടേസ്റ്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലെന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഏറ്റവും അത് 1 kg സ്പഞ്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പഞ്ചാണ് എടുത്തേക്കുന്നത്. 4 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫസ്റ്റ് ലെയർ വെച്ചെടുക്കുക. ഷുഗർ സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്രീമിനകത്ത് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിനകത്ത് നമ്മളാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ്, ചോക്കോ ചിപ്സ്, പിന്നെ ആൽമണ്ട് ക്രഞ്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ ആൽമണ്ട് ആണെങ്കിൽ നമ്മളൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണേ. ചോപ്പ് ചെയ്തെടുത്തിട്ട് അത് വേണം ഇട്ട് കൊടുക്കാനായിട്ട് ഫില്ലിങ്ങിനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തപ്പോൾ ഞാനാണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയി കേട്ടോ. സെക്കൻഡായിട്ട് ഞാൻ കാണിച്ചു തരാം. ഷുഗർ സോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതുപോലെ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ എപ്പോഴും പറയുന്നത് ചോക്ലേറ്റ് ഗനാഷ് 1:2 റേഷ്യോയിലാണ് ഞാൻ റെഡിയാക്കി എടുത്തേക്കെന്ന് വെച്ചാൽ 2 കപ്പ് ചോക്ലേറ്റിനകത്ത് 1 കപ്പ് ഫ്രഷ് ക്രീം ഇട്ട് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കുക. അതിനകത്ത് 1 ടീസ്പൂൺ നമുക്ക് ബട്ടറും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡ്രിപ്പ് ചെയ്യുകയാണെങ്കിൽ നല്ല ഷൈനിങ് ലുക്ക് വരും കേട്ടോ. അത് കാരണമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. അഥവാ നിങ്ങൾക്കാണെങ്കിൽ ഡ്രിപ്പിന് വേണ്ടി എക്സ്ട്രാ വേറെ ഗനാഷ് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. 1:1 റേഷ്യോയിൽ ചെയ്താൽ മതി. എന്ന് വെച്ചാൽ 1 കപ്പ് ചോക്ലേറ്റ് എടുക്കുകയാണെങ്കിൽ 1 കപ്പ് തന്നെ ഫ്രഷ് ക്രീം നമുക്ക് എടുക്കണം. അപ്പം ഞാൻ ഫ്രഷ് ക്രീമാണ് എടുക്കുന്നത്. ഫ്രഷ് ക്രീം എടുക്കുമ്പോൾ നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ പകരം ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ആണെങ്കിലും എടുത്താൽ മതി കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എപ്പോഴും ഗനാഷ് നമ്മൾ റെഡിയാക്കുമ്പോൾ ഫ്രഷ് ക്രീം ഇടുവാണെങ്കിൽ ഒന്നും കൂടെ നല്ലൊരു ഡാർക്ക് കളറും നല്ലൊരു ഷൈനിങ്ങും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ നിങ്ങൾ എൻ്റെ ഗനാഷ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ലൊരു ഷൈനിങ് ലുക്കുള്ളത്. അപ്പോൾ ഇതാണൊക്കെ നിങ്ങൾ റെഡിയാക്കി എടുക്കണേ. നല്ല അടിപൊളി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതായത് നമ്മൾ മൂന്നാമത്തെ ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും ഇതുപോലെ ഷുഗർ സോക്ക് ചെയ്ത് കൊടുക്കുക. ഗനാഷ് വിപ്പിംഗ് ക്രീമും കൊണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കാണെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ആൽമണ്ട് ക്രഞ്ച് നല്ലതായിട്ട് അടിപൊളിയായിട്ട് ഫില്ലിങ് നമ്മൾ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഈ കേക്ക് നല്ല റിവ്യൂ ആയിരുന്നു. എനിക്കെല്ലാം ഒരുവിധം എൻ്റെ ഇത് മേടിച്ചുകൊണ്ട് പോകുന്ന കസ്റ്റമർ തന്നെ ആയിരിക്കും കേട്ടോ തിരിച്ച് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കേക്ക് മേടിക്കാനായിട്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലെ എപ്പോഴും നല്ലതായിട്ട് ഫില്ലിങ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളാണെങ്കിൽ കേക്ക് എപ്പോഴും വെയിറ്റ് കൂടുതലായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കേക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് ക്രം കോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല അടിപൊളി. ഇപ്പം നമ്മൾ ഈ കേക്ക് നമ്മൾ പുറത്ത് മേടിക്കാൻ പോകുകയാണെങ്കിൽ 1.5 കിലോയുടെ അടുത്തേക്ക് കിട്ടത്തുള്ളൂ. ആ കേക്ക് എൻ്റെ 1 kg കേക്ക് പോവും. അപ്പോൾ ഇതാണെങ്കിൽ 1 kg 1.5 300 ഗ്രാം എക്സ്ട്രാ പോകും കേട്ടോ. അത്രയായിരിക്കും എൻ്റെ കേക്ക് പോകുന്നത്. അപ്പം നല്ല നമ്മൾ എപ്പോഴും ഞാൻ കസ്റ്റമറിനാണെങ്കിൽ എപ്പോഴും വെയിറ്റ് എടുത്തിട്ട് വെയിറ്റും അവർക്ക് ഇട്ട് കൊടുക്കാറുണ്ട് പതിവ് കേട്ടോ. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും നമ്മൾ എങ്ങനെയാണ് കേക്ക് റെഡിയാക്കുന്നതെന്നും. പിന്നെ വീഡിയോസൊക്കെ ഇടുന്നുണ്ടല്ലോ ഞാനപ്പോൾ പിന്നെ അതൊക്കെ നോക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും. അതുകൊണ്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് അവരെ എൻ്റെ അടുത്ത് എപ്പോഴും കേക്ക് മേടിക്കാൻ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ലൊരു അടിപൊളി ടേസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് ക്രം കോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ചോക്ലേറ്റ് ഗനാഷിൻ്റെ ക്രീം കൊണ്ട് നമ്മളാണെങ്കിൽ മൊത്തം ഞാൻ ആ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ക്രീമിൻ്റെ ഒരു ആവശ്യമില്ല. ഇനിയും തീം കേക്കല്ലേ എപ്പോഴും നമ്മൾ തീം കേക്ക് റെഡിയാക്കുമ്പോൾ ഏത് തീമാണ് ഉള്ളതെന്ന് വെച്ചാൽ ആ കളറിലെ ക്രീമകത്ത് വരുന്നത്. ഇതിനകത്ത് നമുക്കാണെങ്കിൽ യെല്ലോ കളറും ഓറഞ്ച് കളറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 15 മിനിറ്റേക്ക് ഫ്രിഡ്ജ് വെക്കാം. എപ്പോഴും ക്രം കോട്ട് ചെയ്ത് 15 മിനിറ്റ് ഫ്രിഡ്ജ് വെക്കണം. എന്നാലും നല്ലൊരു അടിപൊളിയായിട്ട് നമുക്ക് ഫിനിഷിങ് കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ വിചാരിക്കുന്നത് പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. അപ്പോൾ അതേ ബോർഡൊക്കെ ക്ലീൻ ചെയ്തിട്ട് ക്രം കോട്ടൊക്കെ ചെയ്ത് എല്ലാം ഫിനിഷിങ്ങിൽ നമുക്ക് മുകളിലൊക്കെ നമുക്ക് തോന്നത്തില്ല ഇങ്ങനെ പൊങ്ങിയും താങ്ങിയിരിക്കുക അല്ലെങ്കിൽ ക്രീമില്ലെന്നൊക്കെ അവിടെയൊക്കെ എക്സ്ട്രാ ക്രീം വെച്ച് കൊടുക്കുക. നന്നായിട്ട് സ്ക്രാപ്പർ കൊണ്ടൊന്ന് കറക്കി കൊടുത്താൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഇതാണ് ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസും റെസിപ്പീസൊക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നിങ്ങൾ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് കണ്ടിട്ട് അതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറന്നു പോകും കേട്ടോ. അങ്ങനെ ചെയ്യില്ലേ പ്ലീസ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേ നമുക്ക് ആദ്യം മഞ്ഞ കളറും കൊണ്ട് ക്രീം കൊണ്ട് സ്പ്രെഡ് ചെയ്യുക. പിന്നെ ആ ക്രീമിൽ തന്നെ കുറച്ച് ഓറഞ്ച് കളറും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇപ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു ലൈറ്റ് കളർ. പക്ഷേ ഇത് നാളെ ആകുമ്പോഴത്തേക്ക് ഈ നാളെ ഡെലിവറി ചെയ്യാനുള്ള കേക്കാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ നമ്മൾ ചെയ്യും ഇങ്ങനത്തെ കളറുള്ള കേക്ക് നമ്മൾ ഇതുപോലെ കളറൊക്കെ തേച്ച് ഫിനിഷ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നാളെ ആകുമ്പോൾ പിറ്റേ സമയം ഒന്നും കൂടി ഡാർക്ക് കളറാവും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ഇന്നലെ എന്തായിരുന്നു കളർ ഇന്ന് എന്തുവായിരുന്നു കളർ അല്ലേ. അപ്പോൾ നല്ല ഡിഫറൻറ്റ് വന്നില്ലേ. ഇത് നമ്മൾ വേണം ചെയ്യാനായിട്ട്. ഒരു ദിവസം മുന്നേ തന്നെ നമ്മൾ നല്ലൊരു കളർ ചെയ്ത് ലൈറ്റായിട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് നല്ല ഡാർക്ക് കളർ ആവും. പിന്നെ ക്യാരക്ടർ എല്ലാം ഞാൻ ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ഷേപ്പിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.